സുരേഷ് ഗോപി 10 വർഷമേ ആയിട്ടുള്ളൂ സജീവ രാഷ്ട്രീയത്തിൽ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ഭാഷയും ശരീരഭാഷയും ഒന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് വഴങ്ങിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം കുറച്ചുകൂടി ഓപ്പണായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? അതായത് റിലീവിങ് വേണം, എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളത് അത്രയും അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരാൾ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഉടനെ എന്നെ റിലീവ് ചെയ്യണം എന്ന് പറയില്ലല്ലോ. അല്ല, അതിൻ്റെ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ അഭിനയമുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല. ജീവിതത്തിൽ പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ സുരേഷ് ഗോപി. സിനിമക്കാരോടൊക്കെ ചോദിച്ചു, അദ്ദേഹം വന്ന് വിജി തമ്പി പറഞ്ഞത്, അദ്ദേഹം വില്ലൻ സ്ഥാനത്ത് മാറി നായകനായി വരുന്ന സമയത്ത് ഒരു നടൻ്റെ കയ്യിൽ നിന്ന് ഇനി ഞാൻ തല്ലി മേടിക്കില്ല, കാരണം അത് ഇമേജിനെ ബാധിക്കും. അപ്പോൾ വിജയൊക്കെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം പറയാനുള്ള കൃത്യമായി പറയും. അതിനും കിട്ടിയ അംഗീകാരമാണ്. ഇതൊക്കെ തൃശ്ശൂർ ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചതല്ലേ. അതായത് അദ്ദേഹം പിന്നെ ഈ LDF കൂക്കി വിളിച്ച സമയത്ത് അദ്ദേഹം ഡാൻസ് ചെയ്തു, അദ്ദേഹം എൻജോയ് ചെയ്തു, അത് ഭയങ്കര നെഗറ്റീവായി വന്നു. പക്ഷേ ഇതെല്ലാം അവിടെ പോസിറ്റീവായി മാറുന്നതാണ് കണ്ടത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് സാധാരണ ജനങ്ങൾക്ക് ഡ്രാമയൊക്കെ ഇഷ്ടമാണ്. അല്ല, അങ്ങനെ ജീവിക്കല്ലാതെ എന്തിനാണ് അഭിനയിക്കുന്നത്? രാഷ്ട്രീയക്കാരനാകുമ്പം അഭിനയിക്കേണ്ടി വരും. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണോ? എനിക്ക് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു ബഹുമാനമുള്ളത് അതുകൊണ്ടാണ്. ഏത് രാഷ്ട്രീയക്കാരൻ അദ്ദേഹം എടുത്തു നോക്കി കഴിഞ്ഞാലും അദ്ദേഹം ബേസിക്കലി ആ രീതിയിൽ ഒരു ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കാൻ പാടില്ല. നമ്മളത് രാഷ്ട്രീയക്കാരൻ വേറെ വ്യത്യസ്ത വ്യക്തിയായി മാറും. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുന്ന് മോഡി വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ, പിന്നെ മോഡി അദ്ദേഹത്തിനായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അത് പണ്ട് എനിക്ക് രണ്ടാമത്തെ തവണ മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമുക്കൊക്കെ മോഡി എന്ന് വെച്ചാൽ എനിക്കൊക്കെ അലർജിയായിരുന്നു. ചെകുത്താൻ കുരിശ് കണ്ട പോലെ ആയിരുന്നു. ഒരക്ഷരം നല്ല ഉണ്ടെങ്കിൽ പോലും ഞാൻ മോഡിയെ പറ്റി പറയില്ലായിരുന്നു. ആ സമയത്ത് ഇവരുടെ BJP ഓഫീസിൽ പോയിട്ട് ലഡു വിതരണം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. ആ സമയം തൊട്ടേ അദ്ദേഹത്തിന് മോഡിയായിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ മോഡി വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക. ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അത്ര സുഖമായിട്ടല്ല പോയിട്ടുള്ളത്. അത് അദ്ദേഹം വിളിച്ചു, ഞാൻ അനുസരിക്കുന്നു. അവിടുത്തെ ഭാഷ അങ്ങനെ തന്നെ. നിങ്ങൾ നല്ല ഏതെങ്കിലും ആൾ തത്യപ്പോൾ കൈയൊക്കെ എങ്ങനെ ആക്കി ചെയ്തിട്ടുണ്ടോ? ഷെയ്ഖ് ഹസീൻ അവിടുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം വ്യത്യസ്തമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഫക്രുദ്ദീൻ, അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സിനിമ ചെയ്യാനുണ്ട്, എനിക്കിപ്പോൾ മന്ത്രിയാവാൻ പറ്റില്ല, എന്നെ നിങ്ങൾ നിർബന്ധിച്ച് മന്ത്രിയാക്കാണ് എന്നുള്ള കാര്യത്തിലാണോ? അർഹമായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്നെ പോലെ ഒരാളെ, ഞാൻ അവിശ്വസനീയമായ ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കിയ ആളാണ്, നിങ്ങളുടെ സ്വപ്നം ഇവിടെ നിറവേറ്റിയ ആളാണ്, എനിക്ക് 51ാമത്തെ ആളായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആളല്ല ഞാൻ എന്ന വികാരമാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പം നിർബന്ധിച്ചതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അവർ സുഖമായിട്ട് കൊടുക്കും. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രൈം ടാർജറ്റാണ് അടുത്ത ദക്ഷിണേന്ത്യ, എസ്പെഷ്യലി കേരളം ആൻഡ് തമിഴ്നാട്. അപ്പോൾ അതിന് പറ്റിയൊരാളെന്ന രീതി അവർ കൊടുക്കും. ഈ ഒരു പ്രശ്നം ഇതൊക്കെ സിനിമ ചെയ്യാനുള്ളത് കൊണ്ടും ഈ പറയുന്നത്, പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ പോകേണ്ടി വന്നതുകൊണ്ട് ഉണ്ടായിട്ടൊരു ഇദ്ദേഹത്തെ മനസ്സിലെ പ്ലാൻ അങ്ങ് തെറ്റി. അതായത് 2.5 വർഷം മാറി നിന്നിട്ട് ഒരു പക്ഷേ ക്യാബിനറ്റ് പദവിയോട് ശക്തനായി വരാം, ശക്തനായ ഒരു മന്ത്രിയായിട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യുക. കേരളത്തിൽ നമ്മൾ അത്രയും ശക്തനായ മിനിസ്റ്ററിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മിനിസ്റ്റർ, ഒരു കേന്ദ്രമന്ത്രി വരേണ്ട. ഇപ്പം മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്, അച്യുതമേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾ, കെ കരുണാകരനെ കണ്ടിട്ടുണ്ട്. ശക്തനായ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നമ്മൾ ആളെ കണ്ടില്ല. അതായിരിക്കും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും.